മുൻവർഷ ചോദ്യങ്ങളും അനുബന്ധ കാര്യങ്ങളും നോക്കാം. ബേഡ് മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് ആരാണ്? നോക്കാം. സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്ന പുഴ ഏത്? സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്ന പുഴയാണ് കുന്തിപ്പുഴ. എന്നാൽ ഭാരതപ്പുഴയുടെ പോഷക നദിയായ തൂതുപുഴയിലേക്കാണ് കുന്തിപ്പുഴ ഒഴുകിയെത്തുന്നത്. ഇടുക്കി ജില്ലയ്ക്ക് പുറത്തുള്ള കേരളത്തിലെ ഏക ദേശീയോദ്യാനമാണ് സൈലന്റ് വാലി. സൈലന്റ് വാലി സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? പാലക്കാട് ജില്ലയിലാണ്. കേരളത്തിലെ ആദ്യത്തെ ദേശീയോദ്യാനമാണ് ഇരവികുളം. രണ്ടാമത്തെ ദേശീയോദ്യാനമാണ് ഇത് സൈലന്റ് വാലി. ഇടുക്കി ജില്ലയ്ക്ക് പുറത്തുള്ള കേരളത്തിലെ ഏക ദേശീയോദ്യാനം ഏതാണ്? അത് സൈലന്റ് വാലി തന്നെയാണ്. കുന്തിപ്പുഴയുടെയും സൈലന്റ് വാലിയുടെയും നാശത്തിന് കാരണമാകുന്നതിനാൽ ഉപേക്ഷിക്കപ്പെട്ട ജലവൈദ്യുത പദ്ധതിയാണ് പാത്രക്കടവ് പദ്ധതി. സൈലന്റ് വാലിയുടെ പ്രവേശന കവാടമായ മുക്കാലിയിലൂടെ ഒഴുകുന്ന നദി ഏതാണ്? അത് ഭവാനിയാണ്. അട്ടപ്പാടിയിൽ കൂടി ഒഴുകുന്ന നദിയാണ് ശിരുവാണി. ശിരുവാണി പുഴ ഭവാനിയുടെ പോഷക നദിയാണ്. ഭവാനിയുടെ മറ്റൊരു പോഷക നദിയാണ് വരകാറ്. കോയമ്പത്തൂരിലേക്ക് ശുദ്ധജല വിതരണത്തിനായി കേരളത്തിൽ നിർമ്മിച്ച അണക്കെട്ടായ ശിരുവാണി ഡാം ശിരുവാണി പുഴയിലാണ്. ഭവാനി, പാമ്പാറ്, കബനി എന്നിവയാണ് കേരളത്തിലെ കിഴക്കോട്ടൊഴുകുന്ന 3 നദികൾ. ഭവാനി പാലക്കാട് ജില്ലയിലും പാമ്പാർ ഇടുക്കി ജില്ലയിലും കബനി വയനാട് ജില്ലയിലുമാണ് കേരളത്തിലൂടെ ഒഴുകുന്നത്. പാരിസ്ഥിതിക ആരോഗ്യ പ്രശ്നങ്ങൾ പ്രതിപാദിക്കുന്ന റിച്ചൽ കെഴ്സന്റെ പുസ്തകം ഏതാണ്? നിശബ്ദ വസന്തം. റേച്ചൽ കെഴ്സന്റെ പാരിസ്ഥിതിക ആരോഗ്യ പ്രശ്നങ്ങൾ പ്രതിപാദിക്കുന്ന റേച്ചൽ കെഴ്സന്റെ പുസ്തകമാണ് നിശബ്ദ വസന്തം. റേച്ചൽ കെഴ്സന്റെ 1962 പ്രസിദ്ധീകരിച്ച പുസ്തകമാണ് സൈലന്റ് സ്പ്രിംഗ് അഥവാ നിശബ്ദ വസന്തം. കീടനാശിനികളുടെ അനിയന്ത്രിത ഉപയോഗം മൂലം പരിസ്ഥിതിക്കുണ്ടായ ദോഷങ്ങളെക്കുറിച്ച് ഈ പുസ്തകത്തിൽ വിവരിക്കുന്നു. വൺ സ്ട്രോ റവല്യൂഷൻ അഥവാ ഒറ്റ വൈക്കോൽ വിപ്ലവം എന്ന പുസ്തകം രചിച്ചത് മസനോബു ഫുക്കുവോക്കയാണ്. വൺ സ്ട്രോ റവല്യൂഷൻ അഥവാ ഒറ്റ വൈക്കോൽ വിപ്ലവം എന്ന പുസ്തകം രചിച്ചത് മസനോബു ഫുക്കുവോക്കയാണ്. ജൈവ കൃഷി രീതിയുടെ ആധുനിക കാലത്തെ നിരീക്ഷണങ്ങളാണ് 1975 പ്രസിദ്ധീകരിച്ച തൻ്റെ ഈ കൃതിയിലൂടെ മസനോബു ഫുക്കുവോക്ക നടത്തുന്നത്. ബേഡ് മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് ഡോക്ടർ സലീം അലിയാണ്. ഡോക്ടർ സലീം അലിയുടെ ആത്മകഥയാണ് ദ ഫാൾ ഓഫ് എ സ്പാരോ അഥവാ ഒരു കുരുവിയുടെ പതനം. ഡോക്ടർ സലീം അലിയുടെ ആത്മകഥയാണ് ദ ഫാൾ ഓഫ് എ സ്പാരോ അഥവാ ഒരു കുരുവിയുടെ പതനം. 1985 ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി പ്രസ്സാണ് ദ ഫാൾ ഓഫ് എ സ്പാരോ പ്രസിദ്ധീകരിക്കുന്നത്. നഥാനിയേൽ റിച്ച് രചിച്ച പുസ്തകമാണ് ലൂസിംഗ് എർത്ത്. കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് കാസർഗോഡ് ജില്ലയിലാണ്. CPCRI എന്നാണ് കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രത്തിൻ്റെ ചുരുക്കപ്പേര്. 1970 മുതൽ ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചറൽ റിസർച്ചിന് കീഴിൽ കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം പ്രവർത്തിച്ചു വരുന്നു. നാളികേരം, അടയ്ക്ക, കൊക്കോ എന്നീ വിളകളുടെ ഗവേഷണമാണ് പ്രധാനമായും കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രമായ കാസർഗോഡ് നടക്കുന്നത്. മസ്തിഷ്കത്തെ പൊതിഞ്ഞു സംരക്ഷിക്കുന്ന ആവരണമാണ് മെനിഞ്ചസ്. മസ്തിഷ്കത്തെ പൊതിഞ്ഞു സൂക്ഷിക്കുന്ന 3 പാളിയുള്ള സ്തരമാണ് മെനിഞ്ചസ്. മെനിഞ്ചസിന് അണുബാധ ഏൽക്കുന്നത് മൂലം ഉണ്ടാകുന്ന രോഗമാണ് മെനിഞ്ചറ്റീസ്. സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ് പരിശോധനയിലൂടെയാണ് മെനിഞ്ചറ്റസ് രോഗം നിർണ്ണയിക്കുന്നത്. മസ്തിഷ്കത്തെ ബാഹ്യക്ഷതകളിൽ നിന്നും സംരക്ഷിക്കുന്ന ദ്രവമാണ് സെറിബ്രോസ്പൈനൽ ദ്രവം. മസ്തിഷ്കം സ്ഥിതി ചെയ്യുന്ന അസ്ഥി നിർമ്മിതമായ കപാലമാണ് ക്രേനിയം. തലയോട്ടിയിലുള്ള കട്ടിയുള്ള ചർമ്മമാണ് സ്കാൽപ്പ്. ഹൃദയത്തെ പൊതിഞ്ഞു സംരക്ഷിക്കുന്ന ആവരണമാണ് പെരികാർഡിയം. എന്നാൽ ശ്വാസകോശത്തെ പൊതിഞ്ഞു സംരക്ഷിക്കുന്ന ആവരണമാണ് പ്ലൂറ. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും നീളം കൂടിയ കോശമായ നാഡീകോശത്തിൻ്റെ ഭാഗമായ നീണ്ട തന്തുവാണ് ആക്സോൺ. മിക്ക ആക്സോണുകളുടെയും കൊഴുപ്പിലടങ്ങിയ മൈലിൻ എന്ന സ്ഥലം ആവർത്തിച്ച് വലയം ചെയ്തിരിക്കുന്നു.
ഇതാണ് മൈലിൻ ഷീത്ത്. ആക്സോണിന് പോഷകഘടകങ്ങൾ, ഓക്സിജൻ തുടങ്ങിയവ നൽകുക, ആവേഗങ്ങളുടെ വേഗത വർദ്ധിപ്പിക്കുക, വൈദ്യുത ഇൻസുലേറ്ററായി വർത്തിക്കുക, ബാഹ്യക്ഷതങ്ങളിൽ നിന്നും ആക്സോണിനെ സംരക്ഷിക്കുക എന്നിവയാണ് മൈലിൻ ഷീത്തിൻ്റെ പ്രധാന ധർമ്മങ്ങൾ. ഒരു ബാക്ടീരിയ രോഗമല്ലാത്തതേത്? ഹെപ്പറ്റൈറ്റിസ്. ഹെപ്പറ്റൈറ്റിസ് എന്താണ്? ഒരു ബാക്ടീരിയ രോഗമല്ല. കരളിനെ ബാധിക്കുന്ന രോഗമാണ് ഹെപ്പറ്റൈറ്റിസ്. ഹെപ്പറ്റൈറ്റിസ് കരൾ വീക്കം എന്നും അറിയപ്പെടുന്നു. ലെപ്റ്റോസ്പൈറോ എന്ന ബാക്ടീരിയയാണ് എലിപ്പനിക്ക് കാരണം. ലെപ്റ്റോസ്പൈറോസിസ്, വീൽസ് ഡിസീസസ്, 7 ഡേ ഫീവർ എന്നീ പേരുകൾ അറിയപ്പെടുന്നത് എലിപ്പനിയാണ്. കൊറൈൻ ബാക്ടീരിയം ഡിഫ്തീരിയ എന്ന ഒരു ബാക്ടീരിയ ഉണ്ടാക്കുന്ന ഒരു മാരക രോഗമാണ് ഡിഫ്തീരിയ. കൊറൈൻ ബാക്ടീരിയം ഡിഫ്തീരിയെ എന്ന ഒരു ബാക്ടീരിയ ഉണ്ടാക്കുന്നു. കൊറൈൻ ബാക്ടീരിയം ഡിഫ്തീരിയെ ഒരു ബാക്ടീരിയ ഉണ്ടാക്കുന്ന ഒരു മാരക രോഗമാണ് ഡിഫ്തീരിയ. തൊണ്ടമുള്ള് എന്നറിയപ്പെടുന്ന രോഗമാണ് ഡിഫ്തീരിയയാണ്. തൊണ്ടമുള്ള് എന്നറിയപ്പെടുന്ന രോഗമാണ് ഡിഫ്തീരിയ. മൈക്കോ ബാക്ടീരിയം ട്യൂബർകുലോസിസ് എന്ന ബാക്ടീരിയ മൂലം ഉണ്ടാകുന്ന രോഗമാണ് ക്ഷയം. അയഡിൻ്റെ അഭാവത്താൽ തൈറോക്സിൻ ഉൽപ്പാദനം തടയപ്പെടുന്നു. തൈറോക്സിൻ ഉൽപ്പാദിപ്പിക്കാനുള്ള ഒരു ശ്രമം എന്ന നിലയിൽ തൈറോയ്ഡ് ഗ്രന്ഥി അമിതമായി വളരുന്നു. ഈ അവസ്ഥ എന്താണ്? ഗോയിറ്റർ എന്നാണ് പറയുന്നത്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അന്തസ്രാവി ഗ്രന്ഥിയാണ് തൈറോയ്ഡ് ഗ്രന്ഥി. കഴുത്തിൽ സ്വനപേടകത്തിന് തൊട്ടു താഴെയായി സ്ഥിതി ചെയ്യുന്ന അന്തസ്രാവി ഗ്രന്ഥിയാണ് തൈറോയ്ഡ് ഗ്രന്ഥി. തൈറോയ്ഡ് ഗ്രന്ഥി തൈറോക്സിൻ എന്ന ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്നു. തൈറോക്സിൻ്റെ നിർമ്മാണത്തിന് അയഡിൻ ആവശ്യമാണ്. അയഡിൻ്റെ കുറവ് മൂലം തൈറോയ്ഡ് ഗ്രന്ഥി വീങ്ങുന്ന രോഗാവസ്ഥയാണ് ഗോയിറ്റർ എന്ന് പറയുന്നത്. അയഡിൻ്റെ കുറവ് മൂലം തൈറോയ്ഡ് ഗ്രന്ഥി വീങ്ങുന്ന രോഗാവസ്ഥയാണ് ഗോയിറ്റർ. തൈറോക്സിൻ്റെ നിർമ്മാണത്തിന് അയഡിൻ ആവശ്യമാണ്. തൈറോക്സിൻ്റെ ഉൽപ്പാദനം കുറഞ്ഞാൽ ഹൈപ്പോ തൈറോയിഡിസം എന്ന രോഗവും ഉൽപ്പാദനം കൂടിയാൽ ഹൈപ്പർ തൈറോയിഡിസം എന്ന രോഗവും ഉണ്ടാകുന്നു. തൈറോക്സിൻ്റെ ഉൽപ്പാദനത്തിലെ കുറവ് മൂലം ശാരീരികവും മാനസികവുമായ വളർച്ച മുരടിക്കുന്ന രോഗാവസ്ഥ കാണപ്പെടുന്നു. കുട്ടികളിൽ ക്രെട്ടിനിസം എന്നും മുതിർന്നവരിൽ മിക്സഡിമ എന്നും ഈ രോഗത്തെ അറിയപ്പെടുന്നു. തൈറോക്സിനെ കൂടാതെ തൈറോയ്ഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന മറ്റൊരു ഹോർമോണാണ് കാൽസിറ്റോണിൻ. തൈറോയ്ഡ് ഗ്രന്ഥിയുടെ അമിത പ്രവർത്തനം മൂലം കണ്ണ് പുറത്തേക്ക് തുറിച്ചു വരികയും തൈറോയ്ഡ് ഗ്രന്ഥി അമിതമായി വളരുകയും ചെയ്യുന്ന അവസ്ഥയാണ് എക്സോതാൽമിക് ഗോയിറ്റർ എന്നും പറയുന്നു. ഉപാപചയ പ്രക്രിയകളെ നിയന്ത്രിക്കുന്ന ഗ്രന്ഥിയാണ് തൈറോയ്ഡ്. ഉപാപചയ പ്രക്രിയകളെ നിയന്ത്രിക്കുന്ന ഗ്രന്ഥിയാണ് തൈറോയ്ഡ്. ബേർഡ് മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് ആരാണ്? ഡോക്ടർ സലീം അലിയാണ്. സലീം അലിയുടെ ആത്മകഥയാണ് ദ ഫോൾ ഓഫ് എ സ്പാരോ, ഒരു കുരുവിയുടെ പതനം.